ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വചനവെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിളങ്ങേണ്ടത് നമ്മുടെ കവിളാണോ അതോ അതിനേക്കാൾ തിളങ്ങേണ്ട ചില ശരീരഭാഗങ്ങൾ നമുക്കുണ്ടോ? കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പലരും കവിള് ഷൈൻ ചെയ്യാൻ, അത് ബ്യൂട്ടീഷ്യൻ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കവിളിന് ഒരു ഷൈനിങ് കൊണ്ടുവരിക, അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടല്ലോ. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ലോകത്തിൻ്റെ ആ ഒരു പ്രവണതയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദിവസേന നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രേ ഫോർ ജോയ്ഫുൾ ഐസ്, തിളങ്ങുന്ന കണ്ണുകൾ. പ്രേ ഫോർ ജോയ്ഫുൾ ഹാർട്ട്, നല്ല തിളക്കമുള്ള ആനന്ദമുള്ള ഒരു ഹൃദയം. നമ്മൾ പലപ്പോഴും ഈ ഏരിയാസ് ബ്യൂട്ടിഫൈ ചെയ്യാനാണോ ശ്രദ്ധിക്കാറുള്ളത്, അതോ ബാഹ്യമായിട്ട് നമുക്ക് കാഴ്ചയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ സൗന്ദര്യം വേണം? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. വിദേശത്ത് നിന്ന് ഒരു പെങ്കൊച്ചാണ്, 3ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. പക്ഷേ അവളുടെ കയ്യിലുണ്ട് ഒരു കിറ്റ്. യാത്ര പോകുമ്പോഴൊക്കെ അതുമായിട്ടാണ് പോവുക. ഇനി അല്പസമയം കിട്ടുമ്പോൾ അത് തുറന്ന് അതിനകത്തുനിന്ന് സാമഗ്രികളൊക്കെ എടുത്ത് അവളുടെ കവള്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, അതൊക്കെ ഇട്ട് അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു കാര്യം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വേണേ മുതിർന്നവരിൽ നിന്നും കൊച്ചിന് കിട്ടിയിരിക്കുന്ന ഒരു പ്രചോദനം. കവള് ഷൈനിങ് ആയിരിക്കണം. പക്ഷേ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മറന്നാൽ നമ്മുടെ കവിള് എത്ര തിളങ്ങുന്നതാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കണ്ണുകളിൽ നമുക്ക് വില ഉണ്ടാകണമെന്നില്ല. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ആദ്യം നമുക്ക് ലൂക്ക 11:34 എടുക്കാം. ലൂക്ക 11-ാം അധ്യായം 34-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബാഹ്യമായിട്ടുള്ളൊരു സൗന്ദര്യം പണിതുയർത്തുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ശരിയായി പ്രവർത്തിക്കുന്ന കണ്ണ്, കുറ്റമറ്റ കണ്ണ്. അങ്ങനെയുള്ളവർ ഒരു കന്യകയെപ്പോലും നോക്കുന്നത് എപ്രകാരമായിരിക്കും എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ലൂക്ക 11:36 ദൈവം പറയുന്നുണ്ട്, ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ശരീരത്തിൻ്റെ ഒരു ഭാഗവും അന്ധകാരത്തിലാകരുത്, അന്ധകാര പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കരുത്. അതിന് കണ്ണ് കുറ്റമറ്റതായിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് അല്പം കൂടി ആഴത്തിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണോ? ഈ ലോക ജീവിതത്തിന് മാത്രം ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മരണം വരെ നമ്മൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഉചിതം? അതിനേക്കാളൊക്കെ പ്രാർത്ഥിക്കാനുള്ള പല വിഷയങ്ങളുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആത്മനാശം സംഭവിച്ചാൽ വേറെ എന്തെല്ലാം നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും അവിടെ ഒരു ഫലവും ഇല്ല. മത്തായി 16:26 കടന്നു പോകുമ്പോൾ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നീ എന്ത് നേടിയെന്ന് ദൈവം ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, സോളമന് ഒരവസരം അവൻ്റെ മുമ്പിൽ വന്നു. നിനക്ക് എന്ത് വേണേലും ചോദിക്കാം, ആസ്ക് ഫോർ എനിത്തിങ്, എന്ത് വേണേലും ചോദിക്കാം. പക്ഷെ അവൻ ചോദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അങ്ങനെ ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും നഷ്ടം വന്നോ? ഒരു നഷ്ടവും വന്നില്ല, നേട്ടമേ ഉണ്ടായുള്ളൂ. അവൻ പറഞ്ഞൊരു കാര്യം, സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസോ ഇതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ജ്ഞാനവും വിവേകവും വേണം. അതവന് ലഭിച്ചു, അളവറ്റ സമ്പത്തിൽ ലഭിച്ചു. ചോദിക്കേണ്ടത് ചോദിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തന്നിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 37:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും ഉപരിയായി ഈ ഒരു വിഷയം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏതാണ് ആ വിഷയം? സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ അത്യുന്നതനോട് നീ പ്രാർത്ഥിക്കുക. കർത്താവേ, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയാതെ സത്യമാർഗത്തിൽ ഞാൻ നയിക്കപ്പെടണം, അതിനെന്നെ സഹായിക്കണം, അതിനു വേണ്ട കൃപ എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കാൻ. പ്രഭാഷകൻ 30:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് ആരോഗ്യം. ആരോഗ്യം, പണമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. 30:16 പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യത്തെക്കാൾ വിലയുള്ളതാണ് ഹൃദയാനന്ദം. ഈ ആനന്ദം ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ആനന്ദം ഉണ്ടാകത്തില്ല. ലോകത്തിന് സന്തോഷം തരാൻ പറ്റിയേക്കാം, പക്ഷേ ആനന്ദം വേണ്ടവർ ദൈവവുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഈ 2 കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദിവസേന പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ആനന്ദമുള്ള കണ്ണുകൾ, ആനന്ദമുള്ള ഹൃദയം, അതാണ് തിളങ്ങുന്ന കവിളിനേക്കാൾ നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, സൂക്ഷിക്കണം, അല്ലെങ്കിൽ സൗന്ദര്യം നിന്നെ വഞ്ചിക്കും. നിന്റെ സൗന്ദര്യമായിരിക്കാം, മറ്റൊരാളുടെ സൗന്ദര്യമായിരിക്കാം, നിന്നെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. ദാനിയേൽ 13:56 വായിച്ചാൽ നമുക്കറിയാലോ, ആ ശ്രേഷ്ഠന്മാര് സൂസന്നയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയി. അവസാനം അവര്
മരണത്തിലേക്ക് തള്ളപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. യൂതിത്ത് 19 മുതൽ വായിക്കുമ്പോൾ യൂതിത്തിൻ്റെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയ ഹോളഫർണസ് അവനവൻ്റെ തല നഷ്ടപ്പെട്ടു. പ്രഭാഷകൻ 25:21 പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ സൗന്ദര്യത്തിൽ കുടുങ്ങരുത്, നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആ ഒരു അബദ്ധം സംഭവിക്കാമെന്ന്. പ്രഭാഷകൻ 16:15 നിന്റെ സൗന്ദര്യത്തിൽ നീ മതിമറന്ന് കഴിയാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിനക്ക് വേണമെങ്കിൽ അധപ്പതിക്കാം, അത് വരാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എന്ന്. ലീമായിലെ വിശുദ്ധ റോസ് അവരുടെ മുഖകാന്തിയെക്കുറിച്ച്, കൈയുടെ ആ മൃദുലതയെക്കുറിച്ചൊക്കെ വർണ്ണിച്ചപ്പോൾ അവൾ അതിൽ സന്തോഷം കണ്ടെത്തുകയല്ല ചെയ്തത്. അവളുടെ കൈ ചൂടുചാരത്തിൽ അമർത്തിപ്പിടിച്ച് അത് പരുക്കനാക്കി മാറ്റി. കാരണം എൻ്റെ സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ കൈയുടെ മൃദുലത കൊണ്ട് ഒരാൾക്കും ഒരു പ്രലോഭനം വേണ്ട എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. അതനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ നമ്മുടെ കണ്ണുകൾ ദൈവത്തെ കാണും. നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം 31 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഒരു കന്യകയെ തെറ്റായ രീതിയിലൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 5:27 മുതൽ വായിക്കുമ്പോൾ ആസക്തിയോടെ ഒരാൾ നോക്കുമ്പോൾ അവരുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള കണ്ണുകളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ദൈവത്തെ കാണുന്ന കണ്ണുകൾ, ദൈവമഹത്വം ദർശിക്കുന്ന കണ്ണുകൾ, അതാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമ്മുടെ കണ്ണുകൾ ആനന്ദമുള്ള കണ്ണുകളാവുക. ലൂക്ക 2:31 വായിക്കുമ്പോൾ ശിമയോൻ അവൻ ഏറ്റു പറഞ്ഞൊരു കാര്യം, രക്ഷകനായ ദൈവത്തെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. അവൻ്റെ കണ്ണുകൾ രക്ഷകനെ കണ്ട് ആനന്ദിക്കുന്ന ഒരു രംഗം. സങ്കീർത്തനം 34:5 അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനെ നോക്കിയവർ, ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ കണ്ണുകൾ ആനന്ദമുള്ള പ്രകാശമുള്ള കണ്ണുകളാകാൻ ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കാണണം. ഫെബ്രുവരി 12:14 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തെ കാണാനും ദൈവത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം. അതിന് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.